ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനയാണ്. അതിലൂടെയാണ് നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നത്. കൃപാസനത്തിന് ഉടമ്പടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു കാലനൂറ്റാണ്ട് കാലത്തെ അഭിഷേക ശുശ്രൂഷ ചരിത്രമുണ്ട്. അതും ഉടമ്പടിക്ക് ശേഷമുള്ള സാക്ഷ്യ ശുശ്രൂഷകളെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തെ മിറക്കിൾസിൻ്റെ എണ്ണം വല്ലാതെ കൂടി, വളരെ ഗുണനിലവാരമുള്ള ദൈവം നേരിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോണത്. കാര്യം ഞങ്ങൾക്കത് പെട്ടെന്ന് തോന്നും. കാരണം പണ്ടത്തെ ഒരു കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങളിൽ ഒരു 60-70% പേരും പുതിയ ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് പഴയ കൃപാസനത്തെ അറിയത്തില്ല. അന്ന് ഒരു മാസം 30 സാക്ഷ്യമേ നടക്കത്തുള്ളൂ. ഇന്നിപ്പോൾ 300 സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ അതെല്ലാം ഉടമ്പടിയുടെ ഒരു ദൈവീക അടയാളങ്ങളാണ്. അപ്പോഴൊരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, അത് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം അച്ഛൻ്റെ ഇപ്പോൾ നൽകുന്ന ശുശ്രൂഷ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള ദൈവ അനുഗ്രഹമല്ല സംഭവിക്കണത്. മറിച്ച് ഉടമ്പടി എടുക്കേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? മോസസിൻ്റെ കാലത്ത് ആണല്ല ഉടമ്പടി എഴുതിയത്. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അതിന് മുമ്പ് എബ്രഹാത്തിനോടും നോഹിനോടും ഉടമ്പടി ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി പറയുകയായിരുന്നു. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അപ്പോൾ ഉടമ്പടി എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അതറിഞ്ഞാൽ മാത്രമേ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി എഴുതാനുണ്ടായ സാഹചര്യം എന്താ? ദൈവത്തെ കൂടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം വന്നു. അതാണ് വിഷയം. നമ്മൾക്ക് വന്നിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ 1 കോടി കടം, 2 കോടി കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അതിൻ്റെ മാനുഷികമായ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണും തുറിക്കും, കയ്യും മരത്തും. എന്താണ്? ഒരു മാർഗവുമില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വരാതെ ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാകത്തില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ അമ്മ ഇവിടെ വരുമ്പോഴും മരിയൻ ഉടമ്പടിയാണ്. നമുക്ക് നടക്കുന്നത് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ നിയമകാലത്തെ സമയത്തെ ചുരുക്കുന്ന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മരിയൻ ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്താണ്? അമ്മ ബൈ പേഴ്സൺ വരികയാണ്. ഉടമ്പടിക്ക് ശേഷം പല സാക്ഷ്യങ്ങളും പറഞ്ഞത് മാതാവിനെ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാക്ഷ്യമല്ല. എല്ലാ മക്കൾക്കും മാതാവിനെ കാണാൻ പറ്റും. എനിക്ക് ഇന്ന് മരിച്ചാലും വേണ്ടിയില്ല, ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ മരിച്ചു പോയെന്നാലും എനിക്ക് സന്തോഷമാണ്. എന്റെ മാതാവിനെ ഞാൻ കണ്ടു. എന്റെ ആർക്കും ദൈവത്തിനെ കാണാൻ പറ്റില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. ദൈവത്തിനെ മനസ്സ് വിചാരിച്ചാൽ വിളിച്ചാൽ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി പറഞ്ഞത്, കാര്യം ആ സാക്ഷ്യത്തിൻ്റെ നേച്ചർ നിങ്ങൾ പരിശോധിക്കണം. സാക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ അമ്മയെ കാണുന്നില്ലെങ്കിലും ഉടമ്പടിയോടുകൂടി അമ്മ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശമായി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോൾ 2 സാക്ഷ്യങ്ങൾ അടുത്തടുത്ത് വന്ന സാക്ഷ്യങ്ങൾ എന്താ? ഒരു സാക്ഷ്യം എന്താ? അവർക്ക് കച്ചവടമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം, ഇപ്പോൾ തൈക്കാട്ടുശ്ശേരി കാര്യത്തിലെ സാക്ഷ്യം എന്താണ്? കച്ചവടമില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗം വറ്റിപ്പോകുന്നു. അപ്പോൾ അവർക്ക് പുതിയ കട വേണം, ടൗണിൽ വേണം. അപ്പം അത് അവർ ആ ടൗണിൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്ന് അവരോട് പറയുകയാണ്, ടൗണിൽ ഒരു കട ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി അന്വേഷിക്കുക. അവിടെ ചെന്നപ്പോൾ കടയില്ല. നിങ്ങളുടെ അയൽവാസി തന്നെയാണ് ആ കട ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കടയില്ല, പക്ഷെ അയൽവാസി അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാളുടെ ഉദ്ദേശം അവരോട് പറയും,
അപ്പോൾ എന്താ കുഴപ്പമില്ല, ഒരു 2 നില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിത് തന്നോളാം. പക്ഷെ അങ്ങനെ പറയണ സമയത്ത് ഉടമ്പടി ചെയ്ത ചേച്ചി വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ ബൈ പേഴ്സൺ ഇവിടെ മുമ്പിലിരിക്കും. ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാരനിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പുതച്ച് നിൽക്കുന്നു. ഹല്ലേലൂയ. ഹസ്ബൻഡ് ആരെ കാണാനാണോ പോയത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറയുവാണ്, ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കെട്ടുക എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ഥലത്ത് കല്ല് പോലും ഇട്ടിട്ടില്ല, ആ സ്ഥലത്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തിനാണെന്നോ ആർക്ക് വേണ്ടിയിട്ടാണോ പണിയുന്നത് പോലും ആ ഉടമസ്ഥൻ തീരുമാനിച്ചിട്ടില്ല. 2 നിലയോട് കൂടിയ കെട്ടിടം നിങ്ങൾക്ക് പണിത് നൽകാമെന്ന് ആ നിമിഷം അയാൾ ഉറപ്പ് നൽകി. അവർ കരഞ്ഞു പോകും. ഇത് തന്നെയാണ് ഉടനെ 3 മാസത്തിനുള്ളിലാണ് 2 നില കെട്ടിടം കിട്ടുന്നത്. എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. മോസസിനോട് ചെയ്ത കാലത്തും മോസസിനോട് പറഞ്ഞു, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്ന് പറഞ്ഞു. സമ്പത്തിൻ്റെ പേരും ദൈവം അനുഗ്രഹിക്കും. ആ ഉടമ്പടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആഹാരത്തിൻ്റെ മേൽ, അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാഗ്ദാനമായി നൽകുന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. ആഹാരമല്ലേ വീഞ്ഞ്. അത് കല്യാണത്തിന് വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യഹൂദന് അത് അടിസ്ഥാന പ്രശ്നമാണ്. അടിസ്ഥാന പ്രശ്നങ്ങളുടെ മേലെല്ലാം അമ്മ ബൈ പേഴ്സൺ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേറൊരു സാക്ഷ്യം, നമ്മുടെ വരാപ്പുഴ ജോസഫ് ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? ജോസഫ് ചേട്ടൻ്റെ വയറ് 8 പേരെ ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ആശുപത്രി. എന്തിനാണ്? ലിവർ സിറോസിസ്. ചേട്ടൻ്റെ ലിവർ ലീക്ക് ചെയ്തിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് ബുധനാഴ്ച രാവിലെ വെള്ളം കുത്തിയെടുക്കാം. ഡോക്ടർ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴാണ്, ഉറങ്ങണമെങ്കിൽ പിന്നെയുള്ള കാര്യം വയറ്റിലെ വെള്ളം കുത്തിയെടുക്കണം. അപ്പോൾ അനിയൻ വന്ന് ഉടമ്പടി ചെയ്യും. അനിയൻ ഇവിടുന്ന് ഒരു നേർച്ച വസ്തു കൊണ്ട് ചേട്ടനോട് കൊടുക്കും. ചേട്ടന് കൊടുത്തിട്ട് പറയും, ഇന്ന് രാത്രി അമ്മ ചേട്ടനെ ബൈ പേഴ്സൺ കാണുന്നുണ്ടെന്ന് പറയും. അപ്പം അമ്മ നേരിട്ട് വന്ന് ചേട്ടനെ അവൻ ഇവിടെ വന്നപ്പോൾ അമ്മ അവൻ്റെ മനസ്സിൽ കൊടുത്ത ചിന്തയാണ്, ഞാനിന്ന് രാത്രി നിൻ്റെ ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. ചേട്ടന് 55 വയസ്സുണ്ട്. രാത്രി 2 മണിയായിട്ട് ഈ മനുഷ്യൻ ഉറക്കമില്ല. കാര്യം വയറിങ്ങനെ മെത്തി വീർത്തിരിക്കണ കാരണം ഉറക്കമില്ല. 2:30 മണിയായപ്പോൾ ഒരു കണക്കിന് ഉറങ്ങി മയങ്ങിപ്പോയി. പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട് അയാളുടെ സാക്ഷി നിങ്ങൾ കേൾക്കാം. എനിക്ക് ലിവർ സിറോസ് ബാധിച്ച് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്നും എൻ്റെ വയറാണെങ്കിൽ ഇത്രയും വയറ് വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ മരുന്ന് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അനിയനെ അനിയത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി 26-ാം തീയതി എന്നോട് വയറിൽ നിന്ന് വെള്ളം കുത്തിക്കളയാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ജോണി സിറിയക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെന്ത് ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. തൽക്കാലം വെള്ളം കളയാൻ നമുക്കൊരു ആശ്വാസം കിട്ടും അയാൾക്ക് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പള്ളിയിൽ പോകാനോ വേറെ എങ്ങും ഒന്നും പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ അനിയൻ 25-ാം തീയതി രാത്രി ഇവിടെ വന്നിട്ട് ഒരു കൊന്തയും ഒരു രൂപവും വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, ചേട്ടൻ റൂമിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോ, മാതാവ് വരും, ഇതൊക്കെ ഒഴിവാക്കി തരും. അന്ന് എനിക്ക് ഉറങ്ങാൻ സാധിക്കണ്ടായില്ല. കാരണം വയറ്റിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് ഒരു വശത്തോട്ട് ചരിഞ്ഞെടുക്കാനോ ഒന്നും സാധിക്കാതെ ഞാൻ പല ദിവസങ്ങളിലായി കഴിച്ചു കൂട്ടുന്നത്. രാത്രി ഒരു 2 മണി 2:30 മണിയായപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ടാവില്ല, മാതാവ് എൻ്റെ കാൽച്ചോട്ടിൽ വന്ന് നിൽക്കുക. അപ്പം ഞാൻ കരുതി രാത്രി അനിയൻ പറഞ്ഞത് കേട്ടിട്ട് വല്ല സ്വപ്നം കൊണ്ടായിരിക്കും എന്ന് കരുതി എഴുന്നേറ്റിരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് ഇരക്കാൻ തുടങ്ങി. എൻ്റെ വയറ്റിലുണ്ടായ വെള്ളവും ഗ്യാസും എല്ലാം പോയി, വയറൊട്ടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ 26-ാം തീയതി ഞാൻ ഡോക്ടറെ കാണാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫ് സമ്മതിക്കാതെ എന്നെ കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ അന്ന് എൻ്റെ വയറ് കുത്താൻ വേണ്ടി അഡ്മിറ്റാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വയറൊട്ടിയെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ്, വയറെല്ലാം ഒട്ടിയിട്ടുണ്ടല്ലോ, ഇനി കുത്തേണ്ട കാര്യമില്ല, നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച് സ്വപ്നമാണ്, അനുജനിങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് ഓർത്ത് കിടന്നത് കൊണ്ട് വന്നു പോയ ഒരു സ്വപ്നമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വയറിങ്ങനെ ഇരക്കാൻ തുടങ്ങി. 3 മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ ചെന്നപ്പോൾ ഈ വയറിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ഗ്യാസും വെള്ളവും എല്ലാം അടിച്ച് പുറത്തു പോയി. വയറ് ചൊട്ടി പഴയതുപോലെയായി. രാവിലെ ഡോക്ടർ വന്ന് വെള്ളം കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ വയറ് വരെ ചുട്ടിക്കിടക്കണം. അപ്പോൾ ഡോക്ടറിനോട് സംഭവിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതൊന്നും മിണ്ടിയില്ല. ഡോക്ടർ നിങ്ങളുടെ കരളിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാട്ടെന്ന് പറഞ്ഞ് കരൾ കൊണ്ട് സ്കാൻ ചെയ്ത്. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ പുതിയ കരൾ പോലെ ഇരിക്കണത്. അപ്പോൾ ഈ അമ്മയുടെ വ്യക്തിപരമായ സന്ദർശനം ഇപ്പം തുടങ്ങിയതല്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കുറേ ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒരു മൂലമെന്ന് പറയണത്. കാര്യം വാഴപ്പെട്ടിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ 42 സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വരിയാണ്, അമ്മ ആഗ്രഹിക്കുന്ന ഒരു പ്രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന്. ആ പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയവർക്കറിയാം, ആ അമ്മ ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിയായിട്ടാണ് പിന്നീട് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരുന്നത്. പക്ഷെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുത്ത ദിവസം 2015 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് കൊടുത്തതെന്ന് തോന്നണം. കൊടുത്ത ദിവസം ഇവിടുന്ന് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ചേച്ചി വൈക്കത്ത് പോയി. വൈക്കത്ത് അവിടെ ബന്ധുവിനെ കാണാൻ പോയി. ആശുപത്രിയിലാണെന്ന് വിചാരിച്ച് കാണാൻ പോയി. കാണാൻ ബന്ധു എന്താ സംഭവിച്ചിരിക്കണത്? പെട്രോളിയം ജെല്ല് വീണ് കൈ വെന്ത് കീറി പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ കൈ കൊണ്ട് വേലയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പിന്നെ അവളെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം ഒരു നിമിഷം വായിച്ചിട്ട് അവരങ്ങ് പിന്നെ രാത്രി ഉറങ്ങിപ്പോയി. രാത്രി ഇത് കൊടുക്കണേ. രാത്രി ഏതോ ഒരു സമയത്ത് അമ്മ വന്ന് കയ്യെ തൊടുന്നുണ്ട്. കൈ അറ്റം മുതൽ ഈ ഭുജം വരെ തൊടും. ഇവള് രാത്രി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഴുത്ത് വിണ്ടുകീറി വളരെ വേദനിച്ചിരുന്ന കൈ സാധാരണ പുതിയ കൈ പോലെ ഇരിക്കണം. അപ്പോൾ അവൾ വെളുപ്പിനെ ഓടി ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലം മുതൽ അമ്മ ബൈപ്പേഴ്സൺ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. അപ്പം അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ വ്യക്തിപരമായിട്ട് വരുത്തുന്ന ഇപ്പോൾ ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത്. അമ്മ വൈപ്പേഴ്സൺ കുടുംബങ്ങളിൽ വരണത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിപ്പോൾ പലരും റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഈശോ ആദ്യം മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് രജനി. ഞാൻ ചിങ്ങവനത്തു നിന്ന് വരുന്നു, കോട്ടയം ചിങ്ങവനത്തു നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മരുമകൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മരുമകൾക്ക് തലയ്ക്ക് പ്രഷർ കൂടി 1 വർഷമായിട്ട് ഞങ്ങൾ ചികിത്സയിലായിരുന്നു. അപ്പോൾ അത് 1 വർഷമായിട്ട് ഞങ്ങൾ ചികിത്സയിലായിട്ട് കഴിയുമ്പോൾ ഒരു ദിവസം രാത്രി 1.5 വർഷമായി. ഒരു ദിവസം രാത്രി ഇതുപോലെ ഛർദിലും ശ്വാസമുട്ടലും പനിയും കൂടി പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ വെച്ച് അവിടെ വീണ്ടും ഛർദിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ അതൊക്കെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും ഇത് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്താണ് അസുഖം ശരിക്കും മനസ്സിലാകുന്നുമില്ല. അപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചെയ്യുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്
കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടക്കുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് ഒരു IC കയറ്റിക്കഴിഞ്ഞ് 2 ദിവസം അന്ന് ഡോക്ടർ പറഞ്ഞ് എൻ്റെ മോനോട് പറഞ്ഞ് രക്ഷയില്ലെന്ന് പറഞ്ഞു. രക്ഷയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഒരു മോനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ് എനിക്ക് ജീവനോടെ കിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞ് നേരം വിളിക്കുന്നോളം വരെ ഹസ്ബൻഡ് ഭാര്യ ഞങ്ങൾ എല്ലാവരും ഓർമ്മ ഒത്തിരി പേര് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പം രാവിലെ ആയപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞ് നമുക്ക് വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. മരിച്ചു പോകുമെന്ന് പറഞ്ഞതാണ്. അപ്പം സന്തോഷമായപ്പം പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു. അപ്പം നടക്കത്തില്ല, കിടപ്പ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്ന് കൊച്ചിനെ നോക്കേണ്ടതാണ് ഞാൻ. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഫെബ്രുവരി 6-ാം തീയതി അല്ലേ, 6-ാം തീയതി ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇതിനെ നോക്കാൻ ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം ഞങ്ങളിവിടെ വന്ന് കൊച്ചിനെ നോക്കേണ്ടതാണ്. എന്നിട്ട് പോലും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ അടുക്കള എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിദ്യയെ പിടിച്ച് തന്നെ നടന്നു വരുന്ന കണ്ടേ. എനിക്കത് കണ്ടപ്പം ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ എവിടെ പോകാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ചു പറഞ്ഞപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ലമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ പെട്ടെന്ന് എൻ്റെ മാതാവിനെ അവിടെ വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് രാത്രിയിലും പ്രാർത്ഥിക്കും, സന്ധ്യാനേരത്തും പ്രാർത്ഥിക്കും. വെളുപ്പിന് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. ആ സമയത്ത് എന്നെ ആരുടെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നതന്നെ പ്രാർത്ഥിക്കണ ആ ഒരു രീതിയിലാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഉപ്പ് ദേഹം മൊത്തം നീരായിരുന്നു. നീരെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നീരായിട്ട് ഇരിക്കുന്ന ഉപ്പ് സേവിച്ച് കഴിഞ്ഞപ്പം നീര് കുറവായി. അങ്ങനെ 1.5 മാസമായപ്പം എഴുന്നേറ്റ് നല്ലതായിട്ട് നടക്കാൻ തുടങ്ങി. ഞാൻ ചൊങ്ങൾക്ക് ചോറ് വാരി കൊടുക്കുമായിരുന്നു. അപ്പം SLE എന്നൊരു അസുഖമാണ്, ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖമാണ്, രക്തത്തിലുള്ള ഒരു അസുഖമാണ് ഉണ്ടായേക്കുന്നത്. അത് കണ്ടുപിടിച്ച് അത്ര നാൾ 1.5 വർഷമായിട്ടും കണ്ടുപിടിച്ചില്ല. 1.5 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ അസുഖം കണ്ടുപിടിച്ചത്. അസുഖം കണ്ടുപിടിച്ചാൽ അതിന് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ മരുന്ന് തന്നു. ആഴ്ച ചെന്ന് ആഴ്ച ചെക്കപ്പ് ചെയ്യണം. ഇപ്പം ഡോക്ടർ പറഞ്ഞു 1 മാസം കഴിഞ്ഞു ചെക്കപ്പിന് വന്നാൽ മതി. അപ്പം അത്രയ്ക്ക് മാറി. ഇപ്പം മോന് ഇത് കൊച്ചമ്മയാണ്, മോനും എൻ്റെ മകനൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് പ്രോഗ്രാം ഇവിടെ വന്നതിൽ പിന്നെ അവർക്ക് പ്രോഗ്രാം കിട്ടി. എൻ്റെ കുഞ്ഞിനും ഇപ്പോൾ പ്രോഗ്രാമിൽ കൊണ്ടുവന്നത് മോളാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊന്നും പറയാൻ പ്ലാനായിട്ടല്ല വന്നത്, പക്ഷേ എനിക്ക് ഇപ്പം പറയണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഈ അവസ്ഥയിലോട്ട് എത്തി നിൽക്കുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്ക് കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് സ്വർഗസ്നായ പിതാവും നന്മറിഞ്ഞ മറിയുമൊക്കെ അറിയാമായിരുന്നു. അത് ഞാൻ ചൊല്ലുമായിരുന്നു. എനിക്ക് ബുക്കൊന്നും വായിക്കാൻ പോലും എടുത്തടുത്തിയ നേരം കൈ പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും എനിക്കറിയാവുന്ന പ്രാർത്ഥന 2 നേരം അമ്മയുടെ റൂമിലിരുന്ന് ഞാൻ അറിയാണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ആ സമയത്ത് ഞാൻ എന്തോ ഒരു തോന്നൽ തോന്നി. ഞാൻ ആ സമയത്ത് വെളുപ്പിനെയൊക്കെ ഞാൻ ഉണർന്നിരിക്കുമായിരുന്നു, ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. കൃത്യം ഞാൻ ഉണർന്നിരിക്കുമ്പോഴായിരിക്കും അമ്മ കുരിശ് വരയ്ക്കാൻ എൻ്റെ അടുത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആരെ കണ്ടാലും ഞാൻ എൻ്റെ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ കൃപാസനം മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടുമെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയത്. അത് ഇങ്ങനെ ഒരു അവസ്ഥയിലായാലും എനിക്ക് ഇവിടുത്തെ വിശ്വാസം
മനസ്സിലാക്കി ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആ സമയത്തായിരുന്നു എൻ്റെ മോനാണിത്. മോനും ഭർത്താവിനും ജോലിയൊന്നും ഇല്ലാത്തപ്പോഴും ഞാൻ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഉറക്കം വരാണ്ടിരിക്കുന്നത്. പക്ഷേ പല സമയത്തും എനിക്ക് തീരെ ഉറക്കം കിട്ടാത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ ഉറങ്ങാറ്. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് പ്രാർത്ഥനയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോന് ഇപ്പം ദേ വർക്ക് കിട്ടി തുടങ്ങി. അത്ര നാൾ ആ സമയത്ത് സാമ്പത്തികവും വളരെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന് തുടങ്ങി. ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റിയില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞു നീ പോയി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുടെയും വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ വന്നതിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വർക്കൊക്കെ കുറവായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കുകൾ കിട്ടി. എൻ്റെ ഇളയ മോന് ചെറിയ ജോലി കിട്ടി. പിന്നെ എൻ്റെ മോള് 10ാം ക്ലാസ് പാസ്സായി. ഇത്രയൊക്കെ നടത്തി തന്ന മാതാവിനോട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഈ മരുമകളുടെ സാക്ഷ്യമാണ് ഇപ്പം ഈ അമ്മ പറഞ്ഞത്. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇപ്പം തലയ്ക്ക് പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ഇരുന്നൊരു സമയത്ത് ഇവിടെ വന്നു എന്നുള്ളത് വളരെ ചുരുങ്ങിയ ഭാഷയിലാണ്. കാരണം ഇവിടെ ഒരു അൾത്താരയിൽ ഒരുപാട് പേരിങ്ങനെ ICUവിൽ നിന്ന് വെന്റിലേറ്ററിൽ നോക്കുക ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ കൊണ്ട് വന്ന് നിർത്തുന്നുണ്ട്. അപ്പം ഈ ഒരു അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ല ഉടമ്പടി എടുക്കാം, സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിരുന്നതിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റവും അല്ല ഉടമ്പടി വസ്തുക്കൾ. അപ്പോൾ അതെല്ലാം നമ്മൾ മാതാവ് അത്രത്തോളം ഈ ഒരു പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാനായിട്ട് അനുഭവങ്ങൾ നൽകുന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം അവസാനം മകൾ പറഞ്ഞതുപോലെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രശ്നം ഈ അനുഭവം ഇല്ലാത്തവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈശോയും മാതാവിനെയും കുറിച്ച് നമുക്ക് ഒരാളോടെങ്കിലും പറയാൻ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവർ രണ്ടുപേരുമായിട്ടുള്ള ഒരു കേട്ടറിവും കണ്ടറിവും വെച്ചിട്ടല്ലാതെ ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടാകുന്നു വരാം. അതിപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും കുറിച്ചൊക്കെ നമുക്ക് വാതോരാതെ സംസാരിക്കാൻ പറ്റണത് അവരോട് നിന്നും ഇടപഴകിയും സ്നേഹിച്ചും പിണങ്ങിയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് ഈ പ്രാർത്ഥന നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ മാതാവ് തന്നെ ഇതിന് വലിയൊരു, ഇപ്പോൾ അതിന് തന്നെ മകൾ സാക്ഷി പറഞ്ഞു, എനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഞാനും അവിടെ നിന്ന് ചൊല്ലി. പക്ഷേ ഇവിടുത്തെ ഒരു വിശ്വാസം എന്നെ രക്ഷിച്ചു എന്നുള്ളത് വലിയൊരു സാക്ഷ്യം പറയാനാണ് അന്ന് ഇവർ രാവിലെ തൊട്ട് ഇവിടെ കാത്തിരിക്കുന്നതും ഇന്ന് പറയുന്നത്. അത് ആ മകളുടെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും പ്രാർത്ഥനയിലൊരു മാറ്റം ഉണ്ടായെന്നുള്ളതും ഒരു വ്യത്യാസം ഉണ്ടായെന്നുള്ളതും ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ രോഗം അല്ലെങ്കിൽ ഒരു SLE എന്ന രോഗം കണ്ടെത്തുന്നു, അത് ഏകദേശം വലിയൊരു സൗഖ്യത്തിൻ്റെ അടുത്ത് വന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് വെച്ച് പറയണമെന്ന് വെച്ചാൽ ആ ഒരു ദൈവിക ഇടപെടൽ എപ്പോഴും അതിപ്പോൾ ആര് സാക്ഷ്യം നമ്മൾ ആ ഡേറ്റ് പറഞ്ഞിട്ടാണ് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള ഈ തീയതി പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പ്രധാനപ്പെട്ട, അതിൻ്റെ സമയം പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരം ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അപ്പം അമ്മ ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അമ്മ സെലക്ട് ചെയ്യുന്ന ടൈം ഉടമ്പടി എടുത്ത ആ സമയമാണ്, അല്ലെങ്കിൽ ഓൺലൈനാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ആ സമയത്തിന് ശേഷം ലൈഫിൽ ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും ഒരു ബോധ്യത്തിൽ വരുന്ന മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഏറെ പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിന് ആ മകൾക്ക് നൽകിയ സൗഖ്യത്തിന്, ആ മകൾക്ക് വേണ്ടി അമ്മായിമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചതും ഉടമ്പടി എടുത്തതും ഇന്ന് ഈ ആൾക്കാരെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ഒരു ബോധ്യവും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഈ സാക്ഷ്യം പൂർണ്ണമാകുന്ന എപ്പോഴും ഇങ്ങനെയാണ്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു സൗഖ്യം അവൾക്ക് കിട്ടിയായിരുന്നു അത് പറയാൻ വേണ്ടി വന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതങ്ങനെ പറയിപ്പിക്കുന്നില്ല. കാരണം പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ആളും ഒരുമിച്ച് വന്ന്, കാരണം ദൈവത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു സമയമല്ലല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ഏറെ പ്രത്യേകിച്ച് അവർ ബോധ്യത്തോടെ വന്നു, രണ്ടുപേരും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി വിശ്വസിക്കാനായിട്ട് പറ്റുന്നവർ വിശ്വസിച്ചാൽ മതി. കർത്താവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് ഇടയ്ക്കൊരു ക്ലോസ് വെക്കും ഉപമകൾക്ക് ശേഷം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു ഇത്രയേറെ സാക്ഷ്യങ്ങൾ അനുദിനം നമ്മൾ കേൾക്കുവാനായിട്ട് ഇന്ന് ഓരോരുത്തർക്ക് കേൾക്കുവാനുള്ള സാഹചര്യം ഒരുക്കി നമ്മൾ കൊടുക്കണം. അപ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനായിട്ട് ഇത്തിരി മനസ്സുള്ളവരൊക്കെയും ആൾത്താരയിൽ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നൊരു ദൈവിക പദ്ധതിയുടെ ഇടമാണ്. മാതാവ് ഈ ഇടത്തെ പ്രത്യേകമായിട്ട് ആശീർവദിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടല്ല, മാതാവ് ദൈവാനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബം നമുക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാക്ഷ്യം ഇപ്പോൾ ഇവിടെ കേൾക്കുന്നവർക്കും ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവർക്കും ഒരു വിശ്വാസത്തിൻ്റെ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവർക്ക് ലഭിച്ച സൗഖ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. കൃപാസനം മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മനു സെബാസ്റ്റ്യൻ, ഞാൻ മുളന്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ റിങ്കു കുഞ്ഞച്ചൻ.
ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. വൈഫ് ഒരു ടീച്ചറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ 2023 20-ാം തീയതിയാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാണ്ടായ ഒരു സാഹചര്യം അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഉടമ്പടി എടുക്കാണ്ടായ സാഹചര്യം അതൊരു ഘട്ടം ഘട്ടമായിട്ടായിരുന്നു. എന്നെ മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കേട്ടറ്റ് എക്സാമാണ്. ടീച്ചേഴ്സിൻ്റെ ഇതിനുള്ളതാണ് കേട്ടറ്റ് എക്സാം. ആ ഒരു അതിൻ്റെ റിസൾട്ടാണ് എന്നെ സത്യത്തിൽ മാതാവിലേക്ക് അടുപ്പിച്ചതെന്ന് പറയാം. ആ ഒരു കാര്യം വൈഫ് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. എൻ്റെ പേര് റിങ്കു കുഞ്ഞച്ചൻ. ഞാനൊരു ടീച്ചറാണ്. ഞാൻ കുറേ കാലമായിട്ട് കേറ്ററ്റ് എന്നൊരു എക്സാം എഴുതി വരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ എഴുതിയത് 2008. ഞാൻ BEd പാസ്സായ വർഷമാണ്. അത് എഴുതിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ എക്സാമൊന്നും എഴുതുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ ഞാനത് ഉപേക്ഷിച്ചതാണ്. പിന്നെ ഞാൻ CBSE സ്കൂളിൽ പഠിപ്പിച്ച് വന്നു. ലാസ്റ്റായിട്ട് ഞാൻ പഠിപ്പിച്ചത് തൊടുപുഴയിലൊരു സ്കൂളിലായിരുന്നു. 2021 ഞാൻ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിയുടെ അതായത് ഡെലിവറി സംബന്ധമായ അസൗകര്യങ്ങൾ മൂലം ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഇതുപോലെ കേറ്ററ്റിൻ്റെ ഒരു കോച്ചിങ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സാറിൻ്റെ അടുത്ത് കേറ്ററ്റിന് വേണ്ടി പരിശീലിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ജോയിൻ ചെയ്തപ്പോൾ സാറ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കേറ്ററ്റ് ഈസിയാണ്, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതിയപ്പോൾ തന്നെ എനിക്ക് 85 മാർക്കാണ് ലഭിച്ചത്. ഞാൻ ജനറൽ കാറ്റഗറി ആയതുമൂലം എനിക്ക് 90 മാർക്ക് വേണം ജയിക്കാനായിട്ട്. അപ്പോൾ എനിക്കത് ലഭിച്ചില്ല. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീണ്ടും ആ സാറിൻ്റെ അടുത്ത് തന്നെ കോച്ചിങ്ങിന് പോയി. ആ സമയത്ത് ഞാൻ ക്യാരിങ് ആണ്, 8 മാസം 9 മാസം അതിൻ്റെ അസൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഞാൻ തീക്ഷ്ണമായിട്ട് നോട്ടൊക്കെ എഴുതി നല്ലോണം പ്രിപ്പയർ ചെയ്തു. ഒന്നും കൂടി എൻ്റെ പോരായ്മകളൊക്കെ നികത്തി ഞാൻ ഒന്നും കൂടി പരിശ്രമിച്ച് ഞാൻ കേട്ടിട്ട് വീണ്ടും എഴുതി. വീണ്ടും എനിക്ക് അതേ 85 മാർക്ക്. അതിൽ നിന്ന് ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം കീ റിവൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. 2 തവണയെങ്കിലും കീ റിവൈസ് ചെയ്യും. ഫസ്റ്റ് കീ പബ്ലിഷ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 1 മാർക്ക് കുറയും. പിന്നെ അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ 1 മാർക്ക് കുറയും. ഇങ്ങനെയാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിടയ്ക്കാണ് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്ത്. ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഞാൻ പരീക്ഷയെല്ലാം എഴുതി കഴിഞ്ഞു. 3rd ടൈം ഞാൻ ഇതേപോലെ എഴുതാൻ വേണ്ടി ഞാൻ മടിച്ചേക്കുമ്പോഴാണ് സാറ് പറഞ്ഞു 1 തവണയും കൂടി എഴുതി നോക്കൂ റിങ്കു, 1 തവണയും കൂടി കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി, സാറ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. ആ സാറ് പറഞ്ഞുകൊണ്ടോ എങ്ങനെയോ മാതാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണെന്ന് വിചാരിക്കാം, ചേച്ചി ആ സമയത്ത് ഉടമ്പടിയിൽ 6ാമത്തെ കാര്യമായിട്ട് എൻ്റെ നിയോഗം വെച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കേട്ടിട്ട് ആ സമയത്ത് പാസ്സാകാൻ പറ്റിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എല്ലാ തവണയും 2 തവണ കീ റിവൈസ് ചെയ്യുന്ന സ്ഥാനത്ത് ഇത്തവണ 5 തവണയാണ് കീ റിവൈസ് ചെയ്തത്. അതും ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും എനിക്ക് 2ഉം 1ഉം 2 മാർക്കായിട്ട് കൂടി വരുന്നു. അതേ 85 മാർക്കിൽ നിന്ന് ഫസ്റ്റ് തവണ കീ റിവൈസ് ചെയ്തപ്പോഴത്തേക്കും 2 മാർക്ക് കൂടി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു പേടിയായി, ഇനി 2 മാർക്ക് കൂടി കിട്ടിയത് ഇനി അടുത്ത തവണ കീ റിവൈസ് ചെയ്യുമ്പോൾ കുറയുമോ എന്നൊരു പേടി. നോക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനും കൂടി ഇരുന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. ഓരോ പ്രാവശ്യം നോക്കും തോറും ഓരോ മാർക്കും 2 മാർക്കും വീതം കൂടി ഏറ്റവും ലാസ്റ്റ് കീ റിവൈസ് ചെയ്തപ്പോഴത്തേക്കും അത്ഭുതകരമായിട്ട് എനിക്ക് 90 മാർക്ക് കിട്ടി. അതും കാറ്റഗറി 3 തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് 2 എക്സാം, അതായത് കാറ്റഗറി 2-നോടും 3-നോടും ഈക്വലൻ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല എക്സാം തന്നെ പാസ്സായി 90 മാർക്കോടുകൂടി ഞാൻ പാസ്സായതിന് എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഉടമ്പടിയിൽ വെച്ചിരുന്നെങ്കിലും എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയും ചേച്ചി പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമായിരുന്നു. എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രെയർ ഇട്ടേക്കാമെന്ന് പറഞ്ഞു. പ്രെയർ ഇട്ടു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് കിട്ടിയിരുന്ന പ്രഭാത പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയ ദിവസവും ആ പ്രഭാത പ്രാർത്ഥനയിലൂടെ ഞാൻ
സ്വീകരിച്ച ഒരു ബലം മൂലമാണ് എൻ്റെ കീ റിവൈസിലുണ്ടായിരുന്ന ഈ അത്ഭുതം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വൈഫിൻ്റെ ഈ കീ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഞാനാണ്. കാര്യം വൈഫിന് പേടിയായതുകൊണ്ട് ഞാൻ തന്നെയാണ് കീ റിവേഴ്സ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻസ് തെറ്റാണെന്ന് കാണിച്ചിട്ടാണ് വൈഫിന് മാർക്ക് കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ എനിക്ക് തന്നെ സ്വാഭാവികമായിട്ടും തോന്നി ഇതിങ്ങനെ വരാൻ സാധ്യതയില്ല, കാര്യം ഇതിനു മുമ്പൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോഴാണ് വൈഫ് പറഞ്ഞത് ഇങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിരുന്നു, ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു പ്രാർത്ഥനക്കാരനൊന്നുമല്ല, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും റെഗുലറായിട്ടൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. പള്ളിയിലായാലും ഞായറാഴ്ചകളിൽ കഴിയുന്നതും പോകും. പിന്നെ കുമ്പസാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്കിത് ഒരു സ്ട്രൈക്ക് ചെയ്തു, ഇതെന്തോ ഒരു അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വീട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് കടത്തിലായിരുന്നു. എൻ്റെ സാലറിനേക്കാട്ടും കൂടുതൽ EMI വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വൈഫ് ജോലിയും കൂടി റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് മുൻപോട്ട് പോകാനുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ അറിഞ്ഞത്, അതായത് നമ്മുടെ ലോൺ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, വേറൊരു ബാങ്കിലോട്ട് ടേക്ക് ഓവർ ചെയ്യാൻ. ഞാൻ അതിനുവേണ്ടി വളരെയധികം ട്രൈ ചെയ്തു. പക്ഷേ ഇത്രയും ലോണുകളുള്ളതുകൊണ്ട് ആരും ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്നാലും ഞാനൊരു കൺസൾട്ടൻസി വഴിയായിട്ട് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്രൊസീഡ് ചെയ്തു. പക്ഷേ അത് ഒന്നും അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ല. കാര്യം ലോൺ ഈ പാസ്സാകാതെ രക്ഷയില്ല. കാര്യം EMI മുട്ടാൻ പറ്റുന്നില്ല, എല്ലാ മാസവും EMI അടക്കാനുള്ള ഒരു സാഹചര്യം വന്നില്ല. പിന്നീട് എനിക്കുണ്ടായ വേറൊരു മാർഗമായിരുന്നു എൻ്റെ ഒരു പ്രൊമോഷൻ. അപ്പോൾ ലോണിൻ്റെ കാര്യം അവിടെ ഫുൾ സ്റ്റോപ്പായി നിൽക്കുകയാണ്. പിന്നെയുള്ളത് എൻ്റെ ഒരു ജോലി, ഞാൻ പറഞ്ഞല്ലോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രൊമോഷൻ അവിടെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 4 കൊല്ലമായിട്ട് ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് 2021-22 ഞാൻ ഓൾ ഇന്ത്യ നമ്പർ 1 പെർഫോമറായിരുന്നു. അപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ വഴിയാണ്. അപ്പോൾ ഓൾ ഇന്ത്യ നമ്പർ 1 പെർഫോമർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തന്നെയാണ് ആ പ്രൊമോഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു, കാര്യം എനിക്കത് കിട്ടേണ്ടതാണ്. കാര്യം ഞാനാണ് ഓൾ ഇന്ത്യ നമ്പർ 1 പെർഫോമർ, എന്തായാലും 4 പേർക്ക് കിട്ടും, അതിലൊരാൾ ഞാനായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അത് റിലീവ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങോട്ട് പോയ സമയത്ത് വൈഫ് എനിക്ക് ചേച്ചി കൊടുത്ത ഉടമ്പടി ഉപ്പും തൈലം, ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശി തന്നു. എന്നിട്ട് ഞാൻ യാത്രയായി അവിടെ ചെന്നു. മീറ്റിംഗ് ഹാളിൽ ചെല്ലുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അതുപോലെ ചെയ്തു. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഭാഗ്യമോ നിർഭാഗ്യമോ എൻ്റെ പേരുണ്ടായില്ല. എൻ്റെ പേര് എണ്ണേണ്ട സാധ്യത ഒട്ടും അധികം എന്നെക്കാട്ടും വളരെയധികം യോഗ്യത കുറഞ്ഞ ആളുകളുടെ പേരാണ് അവിടെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു. ഞാൻ വൈഫിനപ്പം തന്നെ ഫോൺ ചെയ്തു, ഇത് കിട്ടിയില്ല, എന്താണെന്ന് അറിയില്ല, എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഇനി ഇത് കിട്ടുമെന്നും തോന്നുന്നില്ല, ഭാവി എന്താവുമെന്ന് അറിയില്ല എന്ന് വളരെ സങ്കടവും കാര്യങ്ങളും പറഞ്ഞു. എല്ലായിടത്തും ചെന്നാലും തടസ്സം മാത്രം. ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ വൈഫിനോട് പറഞ്ഞു കുഴപ്പമില്ല, അതെല്ലാം മാതാവ് നോക്കിക്കോളും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി. ഞാൻ പറഞ്ഞു എന്തായാലും സംഭവിച്ചു. അപ്പോൾ ഞാനിത് പോണേ മുമ്പ് വൈഫിനോട് പറഞ്ഞിരുന്നു ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് കിട്ടിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞു ശരിയാണ്, ചിലപ്പോൾ ഇതിനും മുകളിലുള്ള എന്തെങ്കിലും നമുക്ക് തരാനായിരിക്കും മാതാവ് വിചാരിച്ചേക്കണത്, നമുക്ക് ഉടമ്പടി എടുക്കാം. ഇത് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാനേജർ എന്നെ ക്യാബിനിലോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മനു എന്തുപറ്റി, വിഷമിക്കേണ്ട, എനിക്കറിയാം മനുവിന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കിട്ടിയില്ല, കുഴപ്പമില്ല, അടുത്ത ഫെബ്രുവരിയിൽ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മനു ഉദ്ദേശിച്ചതല്ല, അതിൻ്റെ പൊക്കത്തെ ലെവലിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതിന് വെറും റെക്കമെൻഡേഷൻ മാത്രം പോരാ, റെക്കമെൻഡേഷനും എക്സാമും പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ NSM മാനേജറിൻ്റെ ടോപ്പ് മാനേജറിൻ്റെ ഒരു ഇതും കൂടി വേണം, അദ്ദേഹം കൂടി സാങ്ഷൻ ചെയ്താൽ മനുവിന് കിട്ടും. മനു പ്രതീക്ഷിച്ചതിനും വലിയൊരു പോസ്റ്റായിരിക്കും അതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ടായി. കാര്യം ഞാൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാതാവ് അത് കേട്ടു എന്നെനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ആ ക്യാബിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മനുവിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ലോണിന് വേണ്ടി. നേരത്തെ ലോൺ അവിടെ നിന്ന് പോയച്ചാണ്,
ആ ലോണിൻ്റെ ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. മനു എപ്പോഴാണ് വരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കോയമ്പത്തൂരാണ്. എന്നാൽ അടുത്ത ദിവസം തന്നെ വരും മനു, നമുക്കത് എത്രയും പെട്ടെന്ന് സാങ്ഷൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തികച്ചും അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാര്യം ഞാൻ ജസ്റ്റ് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഞാൻ തിരിച്ച് പിറ്റേ ദിവസം വന്നു, വൈഫായിട്ട് നേരെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. വൈഫ് എടുക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വൈഫ് പറഞ്ഞു, ഒരു കാര്യം എൻ്റെ അടുത്ത് തന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒട്ടും മടിയില്ലാതെ എടുത്തു, ഉടമ്പടി എടുത്തു, നല്ലോണം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മാനേജറെ കാണാൻ വേണ്ടി പോയി. പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചു. പിന്നെ ആ ഓഫീസിൽ കയറുന്ന സമയത്ത് ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. മാനേജറായിട്ട് സംസാരിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, മനു സത്യത്തിൽ മനുവിൻ്റെ ഒരൊറ്റ നോ പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. അതായത് മനുവിന് തരാനുള്ള ഒരു യോഗ്യതയും ഇല്ല മനുവിന്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കതൊരു നോ പറയാൻ തോന്നിയില്ല മനു. അതുകൊണ്ടാണ് മനുവിനെ ഞാൻ വിളിച്ച് തന്നത്. ഒരു കാര്യം ഇനി ലീഗലി കാര്യങ്ങൾ നോക്ക്, വാലുവേഷൻ നടത്ത് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം തന്നെ എല്ലാം മുൻപന്തിയിൽ നിന്ന് നടത്തി. വാലുവേഷനും എല്ലാ കാര്യങ്ങളും ഒരു തടസ്സം കൂടാതെ നടന്ന് എനിക്ക് ലോൺ സാങ്ഷനായി കിട്ടി. എൻ്റെ കടബാധ്യതകളെല്ലാം ഒരു പരിധിവരെ മാറി. കാര്യം ഇപ്പോൾ എനിക്ക് നിവർന്നു നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലാക്കി മാതാവ് എനിക്ക് തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. ഇതിനിടയിൽ എൻ്റെ പ്രമോഷൻ്റെ കാര്യം വന്നിരുന്നു. അടുത്ത ഫെബ്രുവരി എന്നാണ് പറഞ്ഞത്. അത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിൽ എൻ്റെ പേര് മാനേജർ പറഞ്ഞ പോലെ തന്നെ റെക്കമെൻഡേഷനിൽ വെച്ചു, റെക്കമെൻഡ് ചെയ്തു. പിന്നീടുള്ളത് ഇൻ്റർവ്യൂ ഉണ്ട്, എക്സാം ഉണ്ട്. ഓൺലൈനാണ്, പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയാണ്. കാര്യം തേർഡ് പാർട്ടിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ആരുമല്ല, തേർഡ് പാർട്ടിക്കാരാണ് ഇത് നടത്തുന്നത്. ഭയങ്കര ടഫായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ലാംഗ്വേജൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. കാര്യം ഞാനൊരു സാധാരണക്കാരനായിട്ട് തന്നെ വന്നതാണ്. അതുകൊണ്ട് ലാംഗ്വേജിൽ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഞാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് എക്സാമിൻ്റെ അന്ന് ഞാൻ ഉടമ്പടിക്ക് ശേഷം എല്ലാ 3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരമൊക്കെ നടത്താൻ തുടങ്ങി. കഴിയുന്ന ദിവസങ്ങളിൽ പള്ളിയിലൊക്കെ പോവുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഓസി സ്വീകരിച്ചു. എന്നിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്ന റൂമിന് ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ലേഡി ഇൻ്റർവ്യൂവർ ആയിരുന്നു. വളരെ കാമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. എന്നോട് ആദ്യം തന്നെ പറഞ്ഞു, ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അവർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എൻ്റെ പകുതി ആശ്വാസമായി. എന്നിട്ട് അവർ എന്നോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവരെന്നോട് ചോദിച്ചത്. നല്ല രീതിയിലൊക്കെ ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റി. കൂടാതെ എക്സാം ടൈമിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ആൻസർ ഏതാണോ അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമും ഇൻ്റർവ്യൂവും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിരുന്നു. ഇനിയുള്ളത് എൻ്റെ ഈ NSMൻ്റെ അപ്രൂവലാണ്. അപ്പോൾ NSM എന്ന് പറയുന്ന അദ്ദേഹം സത്യത്തിൽ ഒരു 7 കൊല്ലമായി അദ്ദേഹം കേരളത്തിൽ വർക്കിന് വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നവരെല്ലാം ടോട്ടൽ എൻ്റെ ഡിവിഷനിൽ തന്നെ 24 പേരോളം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെപ്പറ്റി നല്ലോണം അറിയാവുന്ന സീനിയറായിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ അദ്ദേഹം ഇതുവരെയും വർക്കും ചെയ്തിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിന് എന്നെയും അറിയില്ല. ആകെ അറിയാവുന്നത് ഞാനിങ്ങനെ പെർഫോമറാണ് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ അത് പുള്ളിയുടെ ഒരു സാങ്ഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു 2 മാസം, അതായത് ഡിസംബറും ജനുവരിയിലും എനിക്ക് ബഡ്ജറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 100% ചെയ്തുകൊണ്ടിരുന്നേച്ച് ഞാൻ പെട്ടെന്ന് 60% മാറി. അതായത് ഇന്ത്യയിലെ എല്ലാവരും ചെയ്തപ്പോൾ ഞാൻ മാത്രം ബഡ്ജറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തവരെല്ലാവരും ബഡ്ജറ്റ് ചെയ്തു, ഞാൻ മാത്രം ചെയ്തില്ല. ആദ്യം ഞാൻ വളരെയധികം വിഷമിച്ചു. ഈ റിസൾട്ട് വന്ന സമയത്ത് ബഡ്ജറ്റ് ചെയ്തില്ലെങ്കിൽ അതെൻ്റെ ഈ പ്രൊമോഷനെ ബാധിക്കുമെന്ന് ഞാൻ ഭയങ്കര വിഷമിച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല. പക്ഷേ ഇത് മാതാവിൻ്റെ ഒരു കളിയായിരുന്നെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാര്യം ആ NSM എൻ്റെ കൂടെ വർക്ക് പ്ലാൻ ചെയ്തു. ഞാൻ ബഡ്ജറ്റ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടെ വർക്കിന് വരികയുണ്ടായി.
അതും എൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ 2 പേരുണ്ട് എങ്കിലും എൻ്റെ കൂടെ തന്നെ അദ്ദേഹം പ്ലാൻ ചെയ്തു. അന്നത്തെ ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. നല്ലോണം പ്രിപ്പയർ ചെയ്തു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഭയങ്കര കാമായിട്ട് എന്നോട് സംസാരിച്ചു, എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ അന്നത്തെ ദിവസത്തെ വർക്ക് നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെയും ഒരു ദിവസം വേറൊരു കൊളീഗിൻ്റെ കൂടെയാണ് വർക്ക് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നും മനുവിൻ്റെ കൂടെ തന്നെയാണ് വർക്ക് എന്ന്. അപ്പോൾ ഞാൻ ചെന്നു, കുഴപ്പമില്ല, അന്നും വർക്ക് ചെയ്തു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു. അദ്ദേഹം എനിക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകി, ഇനി എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം അങ്ങോട്ടോ അദ്ദേഹം ഇങ്ങോട്ടോ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം തിരിച്ചു പോയി, എയർപോർട്ടിലോട്ട് പോയി, അദ്ദേഹം പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം എന്നെപ്പറ്റി നല്ലൊരു ഫീഡ്ബാക്കാണ് എൻ്റെ മാനേജേഴ്സിന് കൊടുത്തത്. ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഫ്യൂച്ചറുള്ള ആളാണ്, നല്ല രീതിയിൽ നല്ലൊരു നിർദ്ദേശം അദ്ദേഹം മാനേജർ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വരാൻ സാധ്യതയുണ്ടായത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പേര് വെട്ടേണ്ട കാര്യമുള്ളൂ. കാര്യം ഞാൻ ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് പേര് വെട്ടിക്കളയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഇവിടെ വരാനുള്ള സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിൽ ഓൾ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 4 പേർക്കാണ് കിട്ടിയത്. ഇത് ഓൾ ഇന്ത്യയിൽ ആകെ ഒരാൾക്കേ കിട്ടിയുള്ളൂ. ആ ഒരാൾ ഞാനായിരുന്നു. മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് അങ്ങനെ ആ ലിസ്റ്റിൽ വന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം അച്ഛൻ പറയാറുണ്ട്, നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. കാര്യം ഞാൻ നമ്പർ 1 പെർഫോമർ ആയിരുന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ തോറ്റുപോയ സാഹചര്യത്തിലാണ് മാതാവ് എന്നെ ഉയർത്തിയത്. അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവിൻ്റെ പ്രസൻസ് എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എല്ലാ സമയത്തും സുഗന്ധാഭിഷേകം ലഭിക്കാറുണ്ടായിരുന്നു. അതിലെനിക്ക് ഈ 1 മാസം മുമ്പ് കിട്ടിയ ഒരു വലിയൊരു അത്ഭുതം പോലെയാണ് ഞാനത് കരുതുന്നത്. കാര്യം എനിക്കത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ്. നിങ്ങൾക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. ആ ഒരു രീതിയിലുള്ള ഒരു അത്ഭുതമാണ് എനിക്കുണ്ടായത്. കാര്യം സ്കൂള് അടച്ചതുകൊണ്ട് വൈഫിനെയും കുട്ടികളെയും ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയേക്കണമായിരുന്നു, വൈഫിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച എനിക്ക് അധികം കൂടാൻ പറ്റാറില്ല. കാര്യം വർക്കിൻ്റെ സമയത്തുകൊണ്ട് ഞാൻ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഇരുന്നാണ് കൂടണത്. അപ്പോൾ അന്ന് ഞാൻ ഞായറാഴ്ച ഇരുന്ന് ഇത് കൂടാൻ ഇങ്ങനെ ഒരുങ്ങിയാണ്. ടി വിയിൽ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നാളത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് അലക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഇത് ഇട്ടിട്ടുണ്ടായി അഴുക്കൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ അവിടെ ഇട്ടേക്കണേണ്. ഞാൻ ഇത് ധ്യാനം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ആരാധനയും കാര്യങ്ങളെല്ലാം നടന്നു. എൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്നു. അച്ഛൻ എല്ലാവരോടും ആശീർവദിച്ച ശേഷം അച്ഛൻ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ അലക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ടി വി പോസ് ചെയ്തു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ വേറൊന്നുമല്ല, ഇങ്ങനെ ടി വി പോസ് ചെയ്ത് വെച്ചേക്കണത് വേറൊന്നുമല്ല, എനിക്കിങ്ങനെ അലക്കാനുണ്ട്, അലക്കി വന്നിട്ട് സ്വസ്ഥമായിട്ട് കൂടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ ടി വി പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി അലക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ട് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. ഞാൻ ഫോൺ സംസാരിച്ചു. അതിനുശേഷം എൻ്റെ ചിന്ത മാറി. ഫോണിലൂടെ പതുക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ റീൽസിലോട്ടൊക്കെ പോയി. അലക്കൽ നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ റീൽസും കാണാൻ തുടങ്ങി. അപ്പോൾ റീൽസ് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അലക്കൽ കഴിഞ്ഞിട്ടും ഞാൻ റീൽസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ജോസഫ് അച്ഛൻ്റെ ശബ്ദം എനിക്ക് പെട്ടെന്ന് കേട്ടു. അപ്പോൾ മനസ്സിലായി നേരിട്ടല്ല, ടി വിയിലാണ്. അപ്പോൾ ഞാൻ ചുറ്റും നോക്കി, ഇതെവിടെയാണ് ടി വി വെച്ചേക്കണേന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെയാണ്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ വീട്ടിലെ ടി വി തന്നെ ഓണായിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും, ആൻഡ്രോയിഡ് ടി വിയുടെ ഒരു പ്രത്യേകത, ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ഓട്ടോമാറ്റിക് ഓഫാവും. പിന്നീട് നമ്മൾ വന്നിട്ട് പ്ലേ ബട്ടണിൽ 2-3 പ്രാവശ്യം ഞെക്കിയാൽ മാത്രമേ ഇത് ഓണായി വരുള്ളൂ. ഇത് അത്ഭുതം എന്ന് പറയട്ടെ, ഇത് തന്നെ ഓണായി. അച്ഛൻ്റെ ധ്യാനം എവിടെ വെച്ച് ഞാൻ നിർത്തിയോ അവിടെ നിന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. സത്യത്തിൽ എനിക്കതൊരു വളരെ വലിയൊരു അത്ഭുതമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും എൻ്റെ ഒരു അറിവിൽ അങ്ങനെ ഒരിക്കലും ടി വി അങ്ങനെ ഓണാവില്ല. കാര്യം ഇതിനു മുമ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇത് രണ്ടാമത് ഓണാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാക്കാറുണ്ട്. ഇത് തന്നെ ഓണാക്കി. അത് അമ്മ മാതാവ് എന്നെ തിരിച്ച് വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ തന്നെ മാതാവിനോട് സോറി പറഞ്ഞിട്ട് ധ്യാനം കൂടി. ഇതായിരുന്നു എനിക്ക് കിട്ടിയ വേറൊരു അത്ഭുതം.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കൂട്ടുകാരോടെല്ലാം ഈ മാതാവിനെ പറ്റിയും ഇവിടുത്തെ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം പറയാറുണ്ട്. പത്രം വിതരണം ചെയ്യാൻ ആദ്യം വളരെ മടിയായിരുന്നു. കാര്യം അറിയാലോ, ഈ യൂത്ത് ആവുമ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളുണ്ടാവും, ഒരു നാണം എല്ലാം ഉണ്ടാവും. ഇത് എൻ്റെ മാറിയത് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, യേശു ഗാവുൽത്താമലയിൽ വെച്ചും കുരിശിൻ വഴിയുടെ ആ സമയത്തും അനുഭവിച്ച അത്രയും നാണക്കേടൊന്നും നിങ്ങളിത് കൊടുക്കുമ്പോൾ അനുഭവിക്കാറില്ല. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പ്രചോദനമായി. കാര്യം ശരിയാണ്, അത്രയും നാണക്കേടൊന്നും എനിക്കും വരില്ല. കൂടി വന്ന ആൾക്കാർ എന്തെങ്കിലും ചീത്ത പറയും, അത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് വിചാരിച്ച് അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പത്രവിതരണം നടത്താറുണ്ട്. ഒരു നാണവും കൂടാതെ തന്നെ എല്ലാവർക്കും പത്രം കൊടുക്കാറുണ്ട്. അതും പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. കഴിയുന്നതും ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരും മാതാവ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോണ സമയത്ത് ഇതുപോലെ ഞാനൊരു പത്രം കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഒരു അമ്മ നടന്നു പോകുന്നതുകൊണ്ട് ഞാനപ്പോൾ കാറ് നിർത്തിയിട്ട് പറഞ്ഞു, ആ അമ്മക്ക് ഒരു പത്രം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തന്നെയായിരുന്നു പത്രം കൊടുക്കാൻ ആരെങ്കിലും കാണിച്ചു തരണേന്ന്. അപ്പോൾ ആ ഒരു അമ്മനെ കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി പത്രം എടുക്കാൻ വേണ്ടി കുറച്ച് വൈകി. കാര്യം ബാക്കിലായിരുന്നു പത്രം വെച്ചത്. അപ്പോൾ മോനുണ്ടായി, മോനോട് പത്രം എടുത്ത് തരാൻ പറഞ്ഞു. അവന് ഇത്തിരി വൈകി. എടുക്കാൻ വൈകിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എന്നെ ഒന്ന് വീട് വരെ കൊണ്ടേ ആക്കുമെന്ന്. കാരണം ഞാൻ പത്രം കൊടുത്തിരുന്നു വെച്ചെങ്കിൽ അമ്മ ഒന്നും പറയൂലായിരുന്നു. പക്ഷെ ഞാൻ ആ വണ്ടി നിർത്തിയപ്പോൾ അമ്മ വിചാരിച്ചത് ഞാൻ ആ അമ്മനെ കയറ്റാൻ വേണ്ടി നിർത്തിയതാണെന്ന്. ആ അമ്മനെ ഞാൻ വണ്ടി കയറ്റി അമ്മനെ കൊണ്ടുപോയി വീട്ടിലാക്കി. ഒരു 4-5 കിലോമീറ്റർ ഉണ്ടായി, നടക്കാൻ ഒട്ടും പാടില്ലായിരുന്നു. ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, മോനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണമായിരുന്നു, ഒരാളെ ഒന്ന് വിടണേ, എനിക്കൊന്ന് വീടെത്താൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ തളർന്ന് വീണ് പോകുമെന്ന് അമ്മ പ്രാർത്ഥിച്ചു തന്നെയായിരുന്നു. അമ്മ കറക്റ്റായിട്ട് മാതാവ് ആ പ്രാർത്ഥന കേട്ടു, എന്നെ അവിടെ ഒരു ദൂതനെ പോലെ എത്തിച്ചു. അതിനും എനിക്കൊരു നന്ദിയുണ്ട്. പിന്നീട് ചെയ്യുന്ന കാര്യം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. ഞങ്ങൾ വീട്ടിൽ തന്നെ ഫുഡ് പാകം ചെയ്തിട്ട് കാറിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എറണാകുളത്ത് എല്ലായിടത്തും പോയിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കൂടാതെ എൻ്റെ കൂട്ടുകാരൻ അച്ഛന്മാർ കുറച്ച് പേരുണ്ട്. അവർക്ക് ഞാൻ കഴിയുന്ന വിധത്തിൽ അവർ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അവർ അത് വേണ്ട അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആത്മീയമായിട്ട് വളർന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുമ്പസാരവും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതേപോലെ കുർബാന സ്വീകരിക്കാറുണ്ട്. ഞായറാഴ്ചകളിൽ ഒരു കുർബാന മുടങ്ങാറില്ല. വീട്ടിലെ എല്ലാ ദിവസത്തിലും പ്രാർത്ഥന മുടങ്ങാറില്ല. കുടുംബമായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, കൂട്ടുകാരായിട്ട് കമ്പനി അടിച്ചൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമായിട്ട് കൂടുതൽ അടുക്കാൻ, അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ മാതാവായിട്ടൊക്കെ സംസാരിക്കാൻ, ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ തിരിച്ച് മാതാവിനോട്, മാതാവേ ഞാൻ ഇപ്പോൾ വരാട്ടോ, അല്ലെങ്കിൽ മാതാവേ എന്തുണ്ട് വിശേഷം, അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ സംസാരിച്ച് കുറച്ചും കൂടി അടുക്കാൻ. കൂടാതെ കൊന്ത ചെല്ലല്ലേ, കഴിയുന്ന സമയങ്ങളിലെല്ലാം കൊന്ത ചെല്ലാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായന, ബൈബിൾ നല്ലോണം വായിക്കാറുണ്ട്. എൻ്റെ ബാഗിൽ ചെറിയൊരു ബൈബിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ആ ബൈബിൾ ഇരുന്ന് വായിക്കും. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിരവധി മാറ്റങ്ങൾ എന്നിൽ തന്നെ ഉണ്ടായി. പിന്നെ ദുശ്ശീലങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പാടെ മാറ്റി. ദുശ്ശീലങ്ങളൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഞാനിപ്പോൾ അമ്മ മാതാവിൻ്റെ കാര്യം പറയാറുണ്ട്. എല്ലാവരെയും ഇങ്ങോട്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ വരാനിരുന്നാണ്, ചെറിയൊരു വൈഫിനൊരു പാടില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരെയും ഞാൻ മാതാവിലേക്ക് പറഞ്ഞ് അറിയിക്കുന്നുണ്ട്, മാതാവിൻ്റെ അത്ഭുതങ്ങളും കാര്യങ്ങളെല്ലാം. ഇവിടെ വരുന്നവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിരവധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഈ 2 പേരും തങ്ങൾക്ക് ലഭിച്ച വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് സാക്ഷ്യം. അവർ തുടക്കത്തിൽ തന്നെ ആദ്യം കേറ്ററ്റ് എക്സാമിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ ഈ ഒരു ആലയത്തിന് അത്രയും ഒരു വിശ്വാസം വന്നില്ല എന്നുള്ളൊരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു.
അതിനുശേഷം വ്യക്തിപരമായിട്ട് ഒരു അനുഭവം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ ചേച്ചി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റെങ്കിലും ഇട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇപ്പം ഈ ഒരു ആദ്യത്തെ മാതാവിൻ്റെ ക്ഷണം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന് പത്രം ലഭിക്കുന്നതിലൂടെയും, രണ്ട് ഈ ഓൺലൈനിൽ ഒരു വ്യക്തി ലൈറ്റ് എ ക്യാൻഡിലോ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് മാതാവിൻ്റെ ആദ്യത്തെ ഒരു കരം പിടിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതിനുശേഷം ആ എക്സാമിൻ്റെ റിസൾട്ടാണ് പിന്നെ ഇന്ന് ഈ അൾത്താര വരെയുള്ള ഈ സാക്ഷ്യത്തിൻ്റെ വരെയുള്ള യാത്രയുടെ ആരംഭം. അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതിൽ ഒരു അത്ഭുതവും അവിടെ അത് കടന്നു പോയവർക്കാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. കാരണം സാധ്യതകൾ അടഞ്ഞിരിക്കുമ്പം ഇതുപോലെ അപ്പം ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്നും ഇദ്ദേഹം സത്യസന്ധമായിട്ടുള്ള സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഉടമ്പടി എടുക്കാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ ഒന്നാമത്തത് കാര്യങ്ങളെല്ലാം ആദ്യം ക്രമീകരിക്കപ്പെടുന്നു, ഒരു ലോൺ ക്രമീകരിക്കപ്പെടുന്നു, എക്സാമിൻ്റെ ഇത് പാസ്സാവുന്നു. അതിനുശേഷം ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നു. അപ്പോഴും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്. അതായത് തനിക്ക് ലഭിക്കേണ്ട ഒരു വിജയം ലഭിക്കുവാണെങ്കിൽ, പക്ഷേ അത് വിജയം ലഭിക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു അത് എനിക്കൊന്ന് നേരത്തെ ലഭിച്ച അനുഭവത്തിൻ്റെ ഒരു പിൻബലത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് എന്തുകൊണ്ട് അത് ലഭിച്ചില്ല എന്നുള്ളതിന് ഉത്തരം മാതാവ് തന്നെ ഈ സാക്ഷ്യമായിട്ട് അൾത്താരെ പറയിപ്പിച്ചു. കാരണം ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം കഴിവിനാലല്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു ദൈവിക പദ്ധതിയാണെന്ന് ആ വ്യക്തി തന്നെ ഇപ്പം നമുക്ക് സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലുള്ളൊരു പ്രമോഷനും അതിനുള്ള ദൈവ പദ്ധതിയും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതും മനസ്സിലാവും. കാരണം തന്നെ റെക്കമെൻഡ് ചെയ്യേണ്ട, ഗുഡ് റിപ്പോർട്ട് നൽകേണ്ട ഒരാളെ പരിചയമില്ലാതാവുന്നു. അതിന് തൊട്ട് മുൻപുള്ള സമയത്ത് പെർഫോമൻസ് വീക്കായിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഏറ്റവും മനോഹരമായിട്ട് ഇതെല്ലാം ഒരു ആരോ ചിട്ടപ്പെടുത്തിയ ഒരു സ്ക്രിപ്റ്റ് പോലെ ദൈവം ഇങ്ങനെ വിജയം കൊണ്ട് കരങ്ങളിൽ കൊടുത്തു എന്നുള്ളതാണ്. അത് ദൈവാനുഭവമായിട്ട് വരുന്നത്. പിന്നീട് പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിച്ചു എന്നുള്ളതും അവസാനം വരെ പറയുന്ന കാര്യങ്ങളിലും മാതാവ് വിളിച്ചു ചേർത്ത് തന്നിലേക്ക് അടുപ്പിക്കുന്നൊരു അനുഭവം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം വ്യക്തിപരമായിട്ട് രണ്ടുപേരും ഈ ഉടമ്പടി ജീവിതത്തിൽ വളരെ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടുള്ള ശ്രമം ഇവിടെ ഭാഗത്തുണ്ട്. അത് അവസാനം ചുരുങ്ങിയ വാക്കുകളിലാണ് പറഞ്ഞതെങ്കിലും പലതും മാറ്റിവെച്ചിട്ട് പ്രയോറിറ്റി, അത് പ്രാർത്ഥനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുത്തു എന്നുള്ളത് അത് ഒന്നാമത്തെ കൽപ്പനയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്താകുന്നുള്ളൊരു ബോധ്യം ഉടമ്പടികൾ ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒരു കുടുംബം എത്തുന്നത്. ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തേക്കാന്ന് പറയുമ്പോൾ അന്ന് തൊട്ട് ഇനി നിമിഷം വരെ ബോധ്യത്തിൽ ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി. പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് നൽകിയ ഈ ബോധ്യത്തിനും ഒപ്പം ഈ ബോധ്യത്തിലേക്കുള്ള യാത്രയിൽ വന്ന എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.